കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം, ആഹാരം കഴിക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങളിൽ മുടി കിട്ടിയാലുള്ള ലക്ഷണം എന്താണ്? ആഹാരം കഴിക്കുമ്പോൾ അത് മിക്കവരും കിട്ടുന്ന കാര്യമാണ് ഇല്ലേ? പലർക്കും അത് കിട്ടിയിട്ടുണ്ടാവും. ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ ആഹാരം കഴിച്ചങ്ങടെ കൈ വെക്കണ സമയത്തായിരിക്കും അത് നമ്മുടെ കൈ കിട്ടും. അല്ലെങ്കിൽ കുറച്ച് ആഹാരം ചെയ്തതിന് ശേഷം ഒരിക്കലുള്ളൂ ആ മുടി നമ്മളുടെ കയ്യിലോട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ആ വായിലേക്ക് വരുന്നത്. അപ്പോൾ ആഹാര സാധനത്തിൽ മുടി കിട്ടുന്നത് അത് എന്താണ്? അത് നല്ലതാണോ? ഇങ്ങനെ കിട്ടുമ്പോൾ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഹോട്ടലുകാരെ വിളിച്ച് തെറി പറയും, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും തട്ടിക്കയറും ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോൾ വീട്ടിൽ ഇതുപോലെ തന്നെ ഭക്ഷണത്തിൽ മുടി കിട്ടിയാൽ ഉടനെ തന്നെ വീട്ടിലെ അമ്മയോ പെങ്ങളെയോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ വിളിച്ചിട്ട് നമ്മൾ വഴക്ക് പറയും ഇല്ലേ? ഇത് നമ്മൾ പുരുഷന്മാർക്ക് മാത്രമല്ല, ഇത് സ്ത്രീകൾക്കും കിട്ടും. അവർക്കും ഭക്ഷണ സാധനത്തിൽ കിട്ടും. പക്ഷെ അവരത് അങ്ങനെ പറയൂല്ലെന്ന് മാത്രം, അവരത് എടുത്ത് അങ്ങോട്ട് കളയും. നമ്മളത് വെച്ചുകൊണ്ട് അവരെ വഴക്കു പറയും. ഇത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഈ സ്ത്രീകൾ എത്ര ശ്രദ്ധിച്ചാലും അവർ ചിലപ്പോൾ തലയിൽ നെറ്റും അതൊക്കെ വെച്ചിട്ടും തല മൂടി കെട്ടിയൊക്കെ ചെയ്ത് ഭക്ഷണം പാകം ചെയ്താലും ചിലപ്പോൾ അത് ഭക്ഷണ സാധനത്തിൽ വന്ന് കനം കുറഞ്ഞതല്ലേ, കാറ്റിലൂടെ പറന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഭക്ഷണ സാധനത്തിൽ വന്ന് വീഴാനും അതിലൂടെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് കിട്ടാനും ഒക്കെ ഇടവരും. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കിട്ടുമ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ നമുക്ക് ദിവസവും എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടി ഭക്ഷണ സാധനത്തിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നാം ഒന്ന് ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ നമ്മളൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണം. അപ്പം നിങ്ങൾ കളിയാക്കും, മുടിയിൽ ഭക്ഷണത്തിൽ മുടി കിട്ടിയാൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകേണ്ട കാര്യം ഉണ്ടാകും. തീർച്ചയായിട്ടും പോകണം. അത് ഒരു ദുസ്സൂചനയാണ്. നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു ആപത്തിനോ അല്ലെങ്കിൽ ഒരു ദുരിതത്തിനോ ഒരു കാരണം, ഒരു ലക്ഷണമായി നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. മനസ്സിലായോ? തീർച്ചയായിട്ടും അത് നമുക്ക് ദോഷപരമാണ്. ഒരിക്കലും ഗുണത്തിലല്ല ഭക്ഷണ സാധനത്തിൽ മുടി കിട്ടുന്നത്, അത് ദോഷം തന്നെയാണ്. അപ്പം വരാൻ പോകുന്ന ദോഷത്തിൻ്റെ ഒരു ലക്ഷണമാണത്. ആ വരാൻ പോകുന്ന ദോഷം എന്താണെന്ന് നമ്മൾ കണ്ടറിയണം ഇല്ലേ? ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ അതിനെ കണ്ടറിഞ്ഞ് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്താൽ, ആ പരിഹാരങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഭക്ഷണ സാധനത്തിൽ മുടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് അവൻ്റെ അദ്ദേഹത്തിൻ്റെ ആ സമയം ഒന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് വരാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജ്യോത്സ്യൻ പറഞ്ഞു തരും. അപ്പം അതനുസരിച്ചുള്ള ആ വഴിപാടുകൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്തി നേടാം. അപ്പം നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു സൂചനയാണ് ഈ ഭക്ഷണ സാധനത്തിൽ മുടി കിട്ടൽ. ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.